ഈ കത്തി ഇങ്ങോട്ട് ബാ ഒരിക്കൽ വന്നരാ ഗൈസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പൊ കുറേ ദിവസത്തിന് ശേഷം ഞാൻ ഇന്ന് വരുന്ന വീഡിയോ ആയിട്ട് എന്തില്ലെങ്കിൽ മഴക്കാലല്ല ആവാനായി. അപ്പോൾ ഞങ്ങളെ വീട്ടില് പുക പോകുന്നത് നിങ്ങൾ നോക്കണ്ട, വലിയ മടുപ്പിലെന്തോ കത്തിക്കുന്നു തോന്നുന്നു പണ്ടാരോ. അപ്പോൾ മഴക്കാലല്ല ആവാനായി. ഞങ്ങളെ വീട്ടിലെന്ന് പറഞ്ഞെങ്കിൽ പണ്ടേ ചൂടുവെള്ളത്തിൽ തന്നെ കുളിക്കുന്നത്. ഇപ്പൊ വേനൽക്കാലത്തും അതെ മഴക്കാലത്തും അതെ ചൂടുവെള്ളത്തിൽ തന്നെ കുടിക്കുന്നത് അതെ. അപ്പോൾ വെറുപാടും ഗൈസ്. അങ്ങനെ ഇന്ന് ഞാനും അമ്മയും നമ്മളിപ്പുറത്ത് തന്നെ കാടെല്ലാം ഉണ്ട് ഗൈസ്, ഒരു വളപ്പുണ്ട്. അപ്പോൾ അടുക്ക് ബെറ് കൊത്താൻ പോകുന്നത് ഒരു വീട്ടിലേക്ക് എന്താ പറയുന്നത് വെള്ളത്തിനെല്ലാം തീ കത്തിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെ പറയും, വെള്ളം ചൂടാക്കാൻ തീ കത്തിക്കുന്നില്ല കൊട്ടിലിൻ്റെ ബാക്കിലെല്ലോ ബാത്റൂമിൻ്റെ ബാക്കിൽ അടുപ്പിലിട്ടിട്ട്. അപ്പോൾ അങ്ങനെ ബെറ് കൊത്താൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ട്. എന്നെ കൂട്ടലേ ഇല്ല അമ്മ, ഇന്ന് കൂട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അമ്മേൻ്റെ ഒക്കെ ഞാൻ ബെറ് കൊത്താൻ പോകുന്ന ഒരു വീഡിയോ ആകാം. ബാ, ഞാൻ കൊത്തുന്നില്ല, അമ്മ എന്നെ കൊത്തും, അമ്മ എന്നെ പുറത്തുകൊണ്ട് വരും. അതെല്ലാം ഞാൻ ഷൂട്ടാക്കിയിട്ട് ഞാനിവിടെ വരുമാനം ഉണ്ടാക്കും. അപ്പോൾ നേരെ വീഡിയോ നോക്കാം ഗൈസ്. ബാ, നാട്ടിലേക്ക് പോയിട്ട് വരുമ്പോക്ക് ചോറെല്ലാം വെക്കാനുള്ള അരി മജയിലൊക്കെ പോകുന്നുണ്ട്. സ്റ്റോറിന്റെ അരിയാ ഞങ്ങൾക്ക് ഇന്ന് സ്റ്റോറിന്റെ അരിയാ തൊണ്ടി. ഈ ചെരുപ്പ് ഇട്ടുണ്ടോ ഞങ്ങൾ കുറ്റി തറക്കൂലു, വെല്ലുമെന്റെ ചെരുപ്പ് ഇടണല്ലോ ഗൈസ്, റബ്ബറിന്റെ ചെരുപ്പ്. ഇത് കുറ്റി ഒന്നും തറക്കാത്ത എന്ത് പറയുന്നേ നല്ല ചെരുപ്പ് ഗൈസ്. അവിടെ കുറ്റിയെല്ലാം ഉണ്ടല്ലോ, കണ്ണ് മീച്ചിട്ട് പോകണല്ലോ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത് നമ്മളെ വീട്ടിൻ്റെ സൈഡ് ഇവിടെയുള്ള ചെറിയ കുഞ്ഞ് ബെറെല്ലാം പറക്കുന്നതെല്ലാം പറയൂ. അമ്മ എൻ്റെ നേരത്തെ ഇളക്കിയിട്ട് പോയിന്. അപ്പോൾ പോകുമ്പോൾ തന്നെ ഇവിടെ ഫുള്ള് ചെക്കിപ്പൂ ഉണ്ടായിന്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഗൈസ് ചെക്കിപ്പൂ. ഞാനിങ്ങനെ ചെക്കിപ്പൂ കാട്ടുപൂ എന്തെല്ലാം കിട്ടിയെങ്കിൽ എനിക്ക് ചെവിക്ക് വെക്കുന്നൊരു സ്വഭാവം ഉണ്ടാകുക. ഇതിനെ കാണുന്നില്ലല്ലോ. സൈലു അമ്മ. അപ്പം ഗൈസ് നിങ്ങൾ സൈലു എന്ന് വിളിച്ചാൽ വേറെ എന്ത് തെറ്റ് വിചാരിക്കണ്ടാകുക ഗൈസ്. ഞാൻ അമ്മനെ ഇടയ്ക്കിടയ്ക്ക് സ്നേഹം വരുമ്പോൾ സൈലുമ്മ അങ്ങനെ എന്തെല്ലോ വിളിക്കും. വേറെ കാര്യം അമ്മ തിരിച്ചിട്ട് തന്നെ വേറെ എന്തെല്ലോ വിളിക്കും. അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ കാട്ടിലെ കൂടിയിട്ട് പോകണം. ഇവിടെ ഫുള്ള് വേറ് കണ്ടത് ഇതെല്ലാം കുമ്പായിട്ട് പോകും ഗൈസ്. ഇനി ചെതിൽ പിടിച്ചിട്ട് അങ്ങനെ ചെറിയ കണ്ടം വേറ് പറക്കിക്കൊണ്ട് നേരെ വരും. പിന്നെ അമ്മനെ കുറേ നേരം വിളിച്ചിട്ട് ഞാൻ 2-3 പേരെല്ലാം ഞാൻ സൈഡിൽ നിന്ന് തന്നെ പറക്കാൻ ടാടന്നെ ഇട്ടിട്ട് പോയി ഗൈസ്. എനിക്ക് ഭയങ്കര മടിയെന്ന് പറഞ്ഞെങ്കിലേ അങ്ങേറ്റം മടിതാ പാളയെല്ലാം വെച്ചിട്ട് അവിടെ പേരിന്നെന്തോ വിളിക്കുന്നേ ഉണ്ട്. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷമല്ലേ വ്ളോഗെല്ലാം ഇടുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആക്കാത്തവർ സബ്സ്ക്രൈബ് ആക്കിയിറക്കാം. അങ്ങനെ അമ്മ 2-3 പേര് കൊത്താൻ തുടങ്ങി. കൊത്തിയിട്ട് അമ്മ പറഞ്ഞു നീ കൊത്തുന്നു. അങ്ങനെ ഞാൻ വലിയ എന്ത് പറയുന്നത് വലിയ മീശം പിടിക്കുന്ന പോലെ ആക്കുന്നു പാളയെല്ലാം വെച്ചിട്ട്. എന്നെ പാള വെച്ചെന്ന് പറഞ്ഞാൽ തലക്കുറുമ്പ് പിടിച്ചിട്ട് ചത്തണ്ടത്. പക്ഷെ ഇടി ഉറുമ്പെല്ലാം കടിച്ചിനൊക്കെ എനിക്ക് വേറെല്ലാം കൊത്താൻ ഞാൻ എക്സ്പേർട്ട് ഗൈസ്, ഭയങ്കര എക്സ്പേർട്ട്. കണ്ട ഒറ്റൊരു കൊത്തിന് 2 കണ്ടായി. ലാസ്റ്റ് അമ്മേനോട് പറഞ്ഞു ഞങ്ങൾക്ക് കഴിയുന്നില്ല കൊത്താൻ, നിങ്ങൾ എന്നെ കൊത്തിക്കോ. കാരണം എന്താ പറയുക ഞങ്ങൾക്ക് തിന്നുന്ന കിടക്കുന്നത് ഇതേ അറിയത്ര. പണ്ടേ അമ്മ പറയും തിന്നാനും കിടക്കാനും മാത്രം അറിയത്രയെന്ന്. ലാസ്റ്റ് അമ്മേനോട് പറഞ്ഞു ഇത് നിങ്ങൾ കൊത്തുവോ, അത് കഴിയുന്നില്ല. അങ്ങനെ ഒരു കുറച്ച് പേർ കൊത്തി. കണ്ട ഇത്രേ പേർ ഒന്നും കിട്ടിയില്ല. പിന്നെ കാട്ടുന്ന തന്നെ വള്ളി പണ്ടത്തെ ആൾക്കാർക്ക് എല്ലാം ഐഡിയ അറിയും ഗൈസ്. എന്നെ പോലെ ബുദ്ധിയുള്ള ആൾക്കാർക്ക് എല്ലാം അറിയും. എനിക്കല്ല അമ്മക്ക് തന്നെ അറിയത്ര ഗൈസ്. എനിക്ക് ഒരു ഐഡിയ ഇല്ല. അമ്മ എന്തെല്ലാം പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. ഇതിങ്ങനത്തെ മരത്തിൽ തന്നെ ചുറ്റിയിട്ടുള്ള വള്ളി മാതേരി വള്ളി, അമ്മ എന്ത് വള്ളിയാന്തോ അങ്ങനെ മാതേരി വള്ളിയെല്ലാം കൊത്തി നേരെ ബേറ് കെട്ടാൻ തുടങ്ങി ഗൈസ്. ബേറ് കെട്ടിയിട്ട് ഞാൻ എന്നെ നോക്കണം ഗൈസ്. ഞാൻ എടുത്തോണ്ട് വന്ന ബേറ് ഇതാണ് ഗൈസ്. കണ്ട അങ്ങനെ എനിക്ക് നടന്നിട്ട് ബെനത്ത് കഴിച്ചത്ത് ഒരു ഇത്രക്കുള്ള ചെമ്പ് അതിലൊരു വട്ട വെള്ളം പാങ്ങല കുടിച്ച് എങ്ങനെയെല്ലാമായിട്ട് ഉച്ചയായി ഗൈസ്. കുറച്ച് സാമ്പാറും ചോറും പിന്നെന്ത് വറവും അച്ചാറെല്ലാം ഉണ്ടായിനൊക്കെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ കുഞ്ഞ് വ്ളോഗ് ഇത്ര തന്നെ. പിന്നെ ഞാൻ വിചാരിക്കുന്നത് ട്രാവലിൻ്റെ വ്ളോഗ് തുടങ്ങാം. ഞാനും അനിയനിപ്പോൾ വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് ഒരു ട്രാവലിൻ്റെ വ്ളോഗ് തുടങ്ങാം. നമ്മളെ നാട്ടിൽ തന്നെ കപ്പിൾസിന് ഫാമിലിക്കെല്ലാം പോകാൻ പറ്റുക നല്ല അടിപൊളി പ്ലേസ് ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ. അപ്പോൾ കുറേയൊക്കെ കാസർഗോഡ് അങ്ങനെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ട്രാവലിൻ്റെ ഒരു വ്ളോഗ് തുടങ്ങാന്നുണ്ട്. ഇന്ന് ചെറിയൊരു വീഡിയോ എന്ത് പറയുന്നത് ജസ്റ്റ് ഇന്നത്തെ ഒരു ചെറിയൊരു കണ്ടന്റ് എന്ന് പറയാനില്ല. ഇത് എന്ത് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. വലിയ കണ്ടന്റ് ആയിട്ട് ക്രിയേറ്റ് ആക്കാനൊന്നും ഇല്ല ഗൈസ്. ഇങ്ങനെ കാണണ്ട, ഞാൻ ഭയങ്കര ലുക്കാണ് ഗൈസ്. കാരണം കിടന്നിട്ട് എണിച്ചത് പോയിട്ട് ബെറിനെല്ലാം പോയിട്ട് ഞാൻ ആകെ ഒരിക്കൽ പോയാൽ പിന്നെ ബെല്ലുമ്മയും അമ്മയും പോയി. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വീട്ടിൽ
എന്താ പറയുന്നത്, ഈ ഗ്യാസ് എല്ലാം ഉണ്ട്, ഗ്യാസ് ഉണ്ട്, എല്ലാം ഉണ്ട്. മാത്രം അടുപ്പിൽ തന്നെ, പണ്ടേ അടുപ്പിൽ തന്നെ ഈ അടുപ്പ് വെച്ചിട്ട് തന്നെ ആക്കുന്നത്. അതിനോട് നമ്മൾ തോന്നുന്ന കറിക്കായെങ്കിൽ ചോറിനായെങ്കിലും വേറെന്നൊരു ടേസ്റ്റ് അടുപ്പിൽ വെക്കുന്നതിനുണ്ട്. നല്ല വേറെല്ലാം കത്തിച്ച് വെക്കുന്നല്ല. അപ്പോൾ വേറെന്നൊരു ടേസ്റ്റ്. അപ്പോൾ അതിൽ തന്നെ ആക്കില്ല അധികം. ഈ ചായയോ പാല് ചൂടാക്കുന്നത് അതെല്ലാം ഗ്യാസിൽ, അല്ലാതെ അടുപ്പിൽ ഗ്യാസിൽ അപ്പോ ചോറ് കറി അങ്ങനെ ഒന്നും വെക്കൽ കുറവ്. അടുപ്പിൽ തന്നെ ആക്കുന്നതിനോട് ബെറിന് പോകുന്ന ഒരു വീഡിയോസ് എടുത്ത് അത്ര തന്നെ. പിന്നെന്ന് പറഞ്ഞെങ്കിൽ കുറേ ദിവസത്തിന് ശേഷം ഞാനൊരു യൂട്യൂബിൽ വീഡിയോ ഇടുന്നുള്ള. അപ്പോൾ അതിൻ്റെതായ റീച്ച് മാത്രം ഞാൻ പ്രതീക്ഷിക്കുന്നുള്ള. വലിയ റീച്ച് കാര്യങ്ങളൊന്നും ഞാൻ ഇരിക്കുന്നില്ല, ആലോചിക്കുന്നില്ല. പിന്നെ കുറേ ആൾ ചോദിച്ചോണ്ടുണ്ടായിരുന്നെങ്കിൽ ദീച്ചൂട്ടന് അങ്കനവാടിക്ക് പോകുന്നുണ്ട് ഗൈസ്. ചെക്കന് രാവിലെ 10 മണിക്ക് പോയെങ്കിൽ 3:30 മണി 4 മണിയാണ് ഇടുക്കെത്തുമ്പോൾക്ക് അങ്കനവാടിക്ക് പോകുന്നത്. കുറേ ആൾക്ക് അറിയാനുണ്ട്. വീഡിയോസ് ഇടാത്ത കാര്യമോ, എവിടെ പോയി, എന്ത് കഥ. അപ്പോൾ ഇൻസ്റ്റയിൽ കാണുന്ന ആൾക്കാർക്ക് അറിയും, ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ ഇടലുണ്ട്. ഇൻസ്റ്റ നോക്കിയാൽ മതിയാണ്. ഒന്നാമത് എനിക്ക് രണ്ടും കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ആ ഇൻസ്റ്റയും കൊണ്ടുപോകാൻ കഴിയുന്നില്ല. എനിക്ക് മടി പിടിച്ചനിപ്പോൾ ഇങ്ങനെ മെല്ലെ എണിച്ചിട്ട് വരുന്നതേ ഉള്ളൂ. ഫുഡിൻ്റെ വ്ളോഗ്, ട്രാവലിൻ്റെ വ്ളോഗെല്ലാം ഞാൻ സെറ്റാക്കിക്കൊണ്ട് വരുന്നതായിട്ടുണ്ടാവും എന്തായെങ്കിലും. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇന്നായിട്ട് ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് നോക്കുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ആക്കണം. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂടി പ്രസ് ആക്കി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.